നമ്മൾ സാധാരണ പോലെ തന്നെ കളിയിലോട്ട് കയറുന്നു, എടുക്കുന്നു, ഒരു കളി കളിക്കുന്നു, ഇതൊക്കെ തന്നെ. അപ്പോൾ വേറൊരു ഗെയിമുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്കിപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതാണ് എല്ലാവരും നമുക്ക് ഇച്ചിരി കോർണർ സ്കോർ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് തികച്ചും കയറാം. ഒന്നാമത് 2 ദിവസമായിട്ട് കളിയിൽ കയറിയിട്ട് ഇതായിട്ട് ഓഫ്ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കൊന്ന് മര്യാദ കളിക്കാനുള്ള ഒരു ഇത് കിട്ടണ്ടായിരുന്നു. അപ്പോൾ അതാണ്. ഓക്കെ, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ബാക്ക് ടു ഗെയിമിങ്. അതേതാണ്. ബ്രോ അരെ ബായ് ക്യാ ഹുവാ ഹൈ. ഈ ഡെസേർട്ട് തന്നെ ഫസ്റ്റ് 1 ടാപ്പാണ് ഫുള്ള്. ഇവിടെ തന്നെ ഫുള്ള് 1 ടാപ്പ്. ഓൾഡ് പ്ലെയർ ഉണ്ട്, ആദം. ബാക്ക് ഷോട്ട് ഹെഡ്ഷോട്ട് അടിച്ചിട്ട് ജവാബാ 1 ടാപ്പ് ഇടാണ്ട് പാടാ. 1 ടാപ്പ് ഇവനാണോ? ഓക്കെ. ഓ, ടീം വാഴ. അപ്പോൾ അവനൊന്ന് ഫ്രണ്ട് ആക്കണമല്ലോ. മലയാളിയെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇരുന്ന് ഇനിയിട്ട് കാണിച്ചു കൊടുക്കാം. ആരാണ് അവനല്ല, ടീം വാഴ. നല്ല വായിച്ചൊന്ന് കയറി കൊടുക്കാം. ഇവിടെ അവൻ കൊന്നു കളഞ്ഞടാ, എന്ത് ചെയ്യാനാ. മറ്റവനായിരുന്നു ഭേദം. ഓക്കെ ഗൈസ്, അവനെ നമുക്കൊന്ന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാര്യം അവനൊരു മലയാളിയാണ്. ടീം വാഴ. നമ്മുടെ അക്ഷയനെ കോപ്പിടിച്ചതെന്ന് തോന്നുന്നത്. അക്ഷയ്ക്ക് തിരിഞ്ഞ് കോപ്പിടിക്ക് ടീം വാഴ എന്നാക്കി തോന്നുന്നു. നല്ലൊരു പ്ലെയർ തന്നെയാണ്. നമുക്കൊന്ന് ഇരുന്ന് എണീറ്റ് കാണിച്ചിട്ട് നോക്കാം. ഇരുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇതിനിത് എന്നടത് ബ്ലൂ വാൾ ട്രാപ്പിംഗ്. ഞാൻ കേസ് കൊടുക്കും ബ്ലൂ വാൾ ട്രാപ്പിങ്ങിൽ. പാടും എൻ്റെ മാതിരി ഒന്നോട്. പിന്നെ ഓൾഡ് പ്ലെയർ ആണെങ്കിൽ മാത്രം അവൻ ഇരുന്ന് കാണിച്ചാൽ ഇരിക്കുള്ളൂ. അയ്യോ, ഞാൻ ഇരുന്ന് കാണിച്ചായിരുന്നു, പക്ഷെ അവൻ എന്നെ ഫ്രണ്ടാക്കിയില്ല. നമുക്കൊന്ന് നോക്കാം. ഒരു കൈ ഇവൻ എന്നാ പൊട്ടനോ മരപ്പൊട്ടനോ? അവിടെ ബാക്കി നാളടിച്ചിട്ട് അവൻ അവിടെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ ഏതാ ഹെഡ്ഷോട്ട് പിടിക്കാൻ അറിയാൻ തോന്നുന്നൊരു ഭാഗത്തിന്. ഇത് നോക്കിയാറ് മൂഞ്ചി നീ എപ്പോഴും അറിയാമായിരുന്നു. ഈ കളി പൊട്ടിയാലും പിന്നെ കുഴപ്പമൊന്നുമില്ല. നിഞ്ച സ്റ്റാർ. ഓ, റീസ്റ്റാർ കോപ്പി അടിക്കുന്നു. നിഞ്ച സ്റ്റാർ. അപ്പോൾ ഒരു കോപ്പി അടിക്കാരനാണ് ആൾ. കയറി ചെന്ന് നെഞ്ചത്ത് കിട്ടി പൊട്ടിക്ക് കൊടുത്തിട്ട് വരാൻ കഴിയും. അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. നെഞ്ചത്ത് കിട്ടി കൊടുക്കും. നല്ല ഡാമേജ് കിട്ടിയിട്ടാ, നല്ല ഡാമേജ് കിട്ടി. ഇവിടെ ഒരാളെങ്കിലും ഈ കൊള്ളാനുണ്ടായിരുന്നുള്ളൂ, പക്ഷേ കൊന്നിട്ടുണ്ട് ഒരാൾ. പ്ലീസ് ബ്രോ, നീ ഇരുന്ന് കാണിച്ചു കൊടുത്താൽ അപ്പം മലര് ഇപ്പോൾ കാണിച്ചു കൊടുത്തിട്ട് വേണം. അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പം കാണിച്ചു കൊടുക്കാം. ഈ മാക്സ് തന്നെ എടുത്ത്. താങ്ക് യു ബ്രോ, നീ തീർന്നടാ. നീ ഒക്കെ തീർന്ന്. ഒരു കളിയും കൂടി പിടിക്കാതെ പോരാ കേട്ടറാ. പോയില്ലേ? ഭാഗ്യം അങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടി. ഇപ്പോഴാണ് മനസ്സിലായത്. ബ്രോ മലയാളി, ബ്രോ മലയാളി അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും അവനുണ്ടാവണം. ദൈവമേ കാത്തോളണേ, ഇവനെങ്കിലും ഒന്ന് വന്ന്. ചത്തു കൊടുക്കാൻ മിക്കവാറും അവൻ തന്നെ പോയി ചത്തു കൊടുക്കുകയും. എനിക്ക് വേണ്ടി അവൻ ചത്തു വരുമോ അതോ ഞാൻ ചാവോ? ഞാൻ ചത്ത്. കുഴപ്പമില്ല ഗൈസ്. അങ്ങനെയൊന്നും ഒരാൾ ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അവൻ ഇതാക്കുവാണെങ്കിൽ നമുക്കൊന്ന് ഇൻവൈറ്റ് അടിച്ച് നോക്കാം കേട്ടോ. നോക്കാം. ലെറ്റ്സ് ഗോ. അവൻ ഇൻവൈറ്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇല്ല ഗൈസ്, ഇല്ല, അവൻ ഫ്രണ്ടായിട്ടില്ല. അവനിതൊക്കെ തന്നെ പണി ഗൈസ്.
എല്ലാവരും ഓഫ്ലൈൻ, ആരുമില്ല കുറച്ച് കളിക്കാൻ. പ്ലേയേഴ്സ് ക്യാൻ സ്റ്റിൽ റിസീവ് യുവർ മെസ്സേജ് വൈൽ ഓഫ്ലൈൻ. ഓക്കെ ഗൈസ്, അതും പോയി. അപ്പോൾ ഒരു സാധാ CS കളിക്കുക ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.